എ സിക്ക് കൂളിങ്ങില്ലെന്ന് കസ്റ്റമർ വിളിച്ചു പറഞ്ഞു. നമ്മൾ ചെന്ന് നോക്കി ഇൻഡോർ ഭാഗത്ത് നോക്കിയപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ ജസ്റ്റ് ഒരു സർവീസിങ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം സോൾവ് ആക്കി എടുക്കാൻ പറ്റും. പക്ഷേങ്കിൽ നമ്മളെയൊക്കെ ഞെട്ടിച്ച ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഔട്ട്ഡോറിൻ്റെ ഭാഗമാണ്. ഈ ഔട്ട്ഡോറിൻ്റെ ഭാഗത്തേക്ക് ഒരു ആൾ പോലും വന്ന് സർവീസ് ചെയ്തിട്ടില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ കാണുന്നത്. നമ്മളാരെയും കുറ്റം പറയുന്നതല്ല. ചിലപ്പം ചില സാഹചര്യം കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കാം എങ്കിൽ പോലും നമ്മൾ ഇൻഡോർ ഭാഗത്ത് മാത്രമാണ് കൂടുതലായിട്ട് എല്ലാവരും ശ്രദ്ധിക്കാറുള്ളത്. എന്നാൽ പ്രവർത്തനങ്ങൾ നടക്കുന്ന ബേസിക്കായിട്ടുള്ളൊരു സ്ഥലമാണ് ഈ ഔട്ട്ഡോർ എന്ന് പറയുന്നത്. ഈ ഔട്ട്ഡോറിൻ്റെ ഭാഗത്ത് കണ്ടൻസ് കോയിൽ മെയിനായിട്ട് നമ്മൾ സർവീസ് ചെയ്യണം. സർവീസ് ചെയ്തില്ലെങ്കിൽ ഒരുപാട് നഷ്ടങ്ങൾ മാത്രമേ നമുക്കുണ്ടാവുള്ളൂ. കാരണം ഫാന് ഓവർ ഹീറ്റായിട്ട് ചൂടായിട്ട് ഇത് കംപ്ലൈൻറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ മെയിനായിട്ടുള്ള പാർട്സാണ് കംപ്രസർ കംപ്ലൈൻറ്റ് വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം കംപ്രസറിനെ തണുപ്പിക്കാനും അതുപോലെ തന്നെ കണ്ടൻസേഷൻ നടക്കാനായിട്ട് ഫാൻ ഉപയോഗിക്കും. ഈ ഫാന് പുറത്തുള്ള എയർ വലിച്ച് പുറത്തേക്ക് കളയണമെന്നുണ്ടെങ്കിൽ ഈ കോയിൽ ബ്ലോക്ക് ആയിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രക്രിയ നടക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കണ്ടൻസ് കോയിൽ മസ്റ്റായിട്ട് നല്ല വൃത്തിയായിട്ട് തന്നെ സർവീസ് ചെയ്ത് നേടണം. അത് 2 മാസം 3 മാസം അല്ലെങ്കിൽ ആ ഔട്ട്ഡോറിൻ്റെ കണ്ടീഷൻ അനുസരിച്ചിട്ട് വേണം നമ്മളത് ചെയ്തിടാനായിട്ട്. അപ്പോൾ എന്തായാലും നമ്മൾ സർവീസ് ചെയ്യുമ്പോൾ 2 ഭാഗവും നല്ല വൃത്തിയായിട്ട് തന്നെ സർവീസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും ഗുഡ് ബൈ.